വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയം. നമസ്കാരം. കേരളം ഇപ്പോൾ മഹാപ്രളയത്തിന്റെ ദുരന്ത നാളുകളിലൂടെ കടന്നു പോകാന്നൊക്കെ നമുക്കറിയാം. തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ മഹാദുരന്തത്തിലാണ്. ഈ ദുരന്ത കാലത്തിലും വൈറലായ ഒരമ്മൂമ്മയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഒരമ്മൂമ്മ ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ പതനത്തിന് കൂടെ കാരണമായത് ആ അമ്മൂമ്മയായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അത് നമുക്ക് പിന്നീട് കാണിക്കാം. ആര അമ്മൂമ്മ എന്ന സ്ഥലത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയതാണ് ഈ അമ്മൂമ്മ. അവിടെ എങ്ങനെയൊക്കെ ഉണ്ട് സൗകര്യങ്ങളെന്ന് അന്വേഷിച്ച് ചെന്ന ഏഷ്യാനെറ്റ് മാധ്യമ പ്രവർത്തകനോട് ആ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ട് കേരളം ശരിക്കും ഞെട്ടി. ഇടതുപക്ഷ നേതാക്കളൊക്കെ പറയുന്നത് ഇത് കേരളത്തിലെ ഓരോ ജനവും ഇപ്പം മനസ്സിൽ പറയുന്നതാണ്. അങ്ങനെ ഈ അമ്മ തീരെ സഹിക്ക വയ്യാതെ അവർ അത് ഉറക്കെ കേരളത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല. ഇത് കേരളത്തിലെ ഓരോ മനുഷ്യനും പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇടതുപക്ഷത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. ഇത് കിട്ടിയതും പിന്നെ ഒരു നിമിഷം അവർ നിന്നില്ല. അവർ നേരെ പോയി റീലുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഈ അമ്മമ്മയുടെ ഈ വാചകം കൊണ്ട് അങ്ങ് നിറച്ചു. ഇത് കണ്ടാൽ UDFകാർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവുമോ? മാസം 2 കഴിഞ്ഞുള്ളൂ, 10-70 ദിവസമായിട്ടുള്ളൂ. ഇങ്ങനൊരു മഴ വരുന്ന ആരും വിചാരിച്ചില്ല. ഡാമുകളിൽ 20-25% വെള്ളം പോലും ഇല്ലാത്തടത്ത് ഇങ്ങനെ ഒരു മഴ പെയ്താൽ പ്രളയം വരുന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഇടിത്തീ പോലെ വന്ന് വീണതല്ലേ. വന്നതോ ഒരേ ഒരു ദിവസത്തെ രാത്രി മഴ, ഇതാ കിടക്കുന്നു, എല്ലാ സ്ഥലവും വെള്ളത്തിൽ മുങ്ങി. അങ്ങനെയാണ് ഈ അമ്മൂമ്മ എവിടെ എത്തിയത്? ഈ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. അവിടെ വെച്ചാണ് ഈ അമ്മൂമ്മ രാഷ്ട്രീയ കേരളത്തിൻ്റെ ആ നെഞ്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്. 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ സതീശൻ സാറും UDF ഒന്ന് അധികാരത്തിലേറിയത്. ഇപ്പൊ ജനം മുഴുവൻ പറയുകയാണത്രേ ഇതിലും എത്ര ഡീസൻ്റ് ആണ് വിജയൻ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അടിയായിരിക്കുമല്ലോ. അങ്ങനെ ആലോചിച്ച് അവർ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇതിനെന്താ കോമഡി എന്ന് ആലോചിച്ച് അവർ തല പോയിന്ന് ആലോചിക്കുമ്പോഴാണ് ഇതാ കിടക്കുന്നു ഒരു പിടിവള്ളി എന്ന അതങ്ങോട്ട് കണ്ടു നോക്കാം. രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. ബെസ്റ്റ്. അമ്മച്ചി ആകെ ദിംതരികിടതവും തലകീഴ് മറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കാലത്ത് പറഞ്ഞതുപോലെ അല്ല ഇപ്പൊ അമ്മച്ചി പറയുന്നത്. ആ പറഞ്ഞത് രാവിലെ എൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ബിജിലിമോൻ പറഞ്ഞതനുസരിച്ച് പറഞ്ഞതാണ്. ഇതിലും ഭേദം വിജയനായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു അത്രേ. അങ്ങനെയാണ് ഈ അമ്മച്ചി ഈ കാര്യം പറഞ്ഞതെന്നാണ് ഇപ്പൊ വൈകുന്നേരമായപ്പോഴേക്കും അമ്മച്ചി പറഞ്ഞു വരുന്നത്. രാഷ്ട്രീയ കേരളം സത്യത്തിൽ ഈ പ്രളയവും അതിന്റെ ദുരന്തമൊക്കെ മറന്ന് അമ്മച്ചി ഈ പറഞ്ഞത് കേട്ട് ഞെട്ടി ശരിക്കും. അയ്യോ, അമ്മച്ചിക്ക് എന്ത് പറ്റി? ആകെ ഒന്ന് ആഘോഷിച്ച് തിമിർത്താടി വരികയായിരുന്നു ഇടതുപക്ഷം. അവർ സോഷ്യൽ മീഡിയ മുഴുവൻ കൈയടക്കി. ഇതിലും വലിയൊരു അവസരം കിട്ടാനുണ്ടോ? 2 മാസത്തിനുള്ളിൽ ഒരു ദുരന്തമുണ്ടായിരുന്നപ്പോൾ പിണറായി വിജയനായിരുന്നു ഇതിലും ഭേദം എന്ന് പറഞ്ഞ് കേരളം ഞെട്ടിയിരിക്കുമ്പോഴാണ് വൈകുന്നേരം ആയപ്പോഴേക്ക് തിരുത്തി പറഞ്ഞിരിക്കുന്നത്. ആരോ പണി പറ്റിച്ചതാണത്രേ. ആ പണി ആരാ പറ്റിച്ചതെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ പിണറായി വിജയനാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്നതാണ് ആ അമ്മച്ചി പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു കാരണവശാലും. എന്നെ സംബന്ധിച്ച് ഞാൻ 3 ടൈമായിട്ട് ഒരു ജനപ്രതിയാണ് കോഴഞ്ചേരിലെ. ഞാൻ ആ പുള്ളിക്കാരിയുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ശരിയാണ്, ഞാൻ എൻ്റെ ഒരു ഇതാണ് ചാനൽ വന്നപ്പോൾ എല്ലാവരും കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയെന്നു. ഞാൻ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു നാട്ടിൽ ആര് ഭരണത്തിൽ വന്നോട്ടെ, ഇപ്പോൾ കോൺഗ്രസ്, ഇപ്പോൾ തന്നെ UDF, കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ. അന്ന് UDFൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഒറ്റക്കെട്ടായിട്ടാണ് അവരോട് നിൽക്കുന്നത്. അതിന് മുമ്പ് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. കോഴഞ്ചേരിയിലെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ആര് ഭരണത്തിൽ വന്നാലും നാടിൻ്റെ വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. അങ്ങനെ 3 ടൈമായിട്ട് ഒരിക്കലും CPMൻ്റെ കോട്ടയിൽ പോയി നിന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ നിഷ്പക്ഷമാണ്. ഈ അമ്മച്ചിയെ നേരിട്ട് അറിയാവോ? പിന്നെ നേരിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം കാണുന്നതാണ്. പക്ഷേ എനിക്കറിയാം പുള്ളിക്കാരിയെ. പക്ഷേ ഞാൻ പുള്ളിക്കാരിയോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യവുമില്ല. എന്നാ വെച്ചാൽ ഇതിൻ്റെ അതൊരു രാഷ്ട്രീയം, ഒരു പ്രളയം വരുമ്പോൾ രാഷ്ട്രീയം മുതലെടുക്കുന്ന ആളുകളല്ല. അന്നേരം കോഴഞ്ചേരിയിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആദ്യ ആരോഗ്യ പ്രവർത്തകരോട് ചൂടാകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് BP മരുന്ന് കൊടുത്തില്ല? പ്രസിഡന്റ് ചൂടായി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏഷ്യാൻ്റെ ക്ലിപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ കാണാം. ആദ്യം പുള്ളിയാണ് ചൂടാകുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ വരുന്നതും സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവർ പറയുന്നതിന് അവർ പറഞ്ഞു ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹമാണ് ആ വില്ലൻ. ഏതാ ബിജിലിമോൻ? ഏതാ ഈ അമ്മച്ചിയുടെ കാതിൽ പതുക്കെ പറഞ്ഞു കൊടുത്തില്ലേ? നിങ്ങളെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ
ഇതിലും ഭേദം വിജയനാണെന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ് അമ്മച്ചി അത് ഒരു കാച്ചും കാച്ചി സ്ഥലം വിടുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഭരണകക്ഷിയെയും മുഖ്യമന്ത്രിയൊക്കെ നാറ്റിക്കാനായിട്ട് ഈ അമ്മച്ചി പണിയെടുത്തതും ഇടതുപക്ഷം ആഘോഷിച്ചതും വൈകുന്നേരം ആയപ്പോഴേക്ക് വല്ലാതെ പണിപ്പെട്ട് അവരെ ഒന്ന് മാറ്റിയെടുത്തു. ഇനി അതെങ്ങനെ എന്നുള്ള ഒരു ചരിത്രം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോഴാണ് ഇതിൻ്റെ അടുത്ത ടെസ്റ്റ് വരുന്നത്. നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഈ പ്രബുദ്ധത നമുക്കൊന്ന് മനസ്സിലായി കാണണ്ടേ. കൊടുത്തും കണ്ടും കൊടുത്തും വാങ്ങി ഇവർ അംഗം വെട്ടി ജയിക്കുന്ന ചില രസകരമായ ഈ ദുരിത പെയ്ത്തിന്റെ കാലത്തും ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു കളി കണ്ട് നമ്മൾ സാധാരണക്കാർ അന്തം വിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അടുത്ത സീനിൽ കാണുന്നത്. അതിൻ്റെ അടുത്ത സീനിൽ മറ്റൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ അമ്മച്ചിയുടെ ഈ അടുത്ത എപ്പിസോഡ് കാണാം. ആരാ പഞ്ചായത്തിൽ നിന്നൊക്കെ ആളൊന്നായിരുന്നു. പഞ്ചായത്തിൽ സാധാരണ ഇങ്ങനെ വരുന്നതല്ലേ? ആഹാരമൊക്കെ ഇന്നലെ കിട്ടിയ ഞങ്ങൾക്ക് ചോറ് ഞങ്ങളുടെ മോള് കൊണ്ടുവന്ന് തന്നു. അല്ല ഈ ക്യാമ്പിൽ ആഹാരമൊന്നും ഇന്നലെ കഞ്ഞിയായിരുന്നു വൈകിട്ട്. രാത്രി അത് പെമ്പിള്ളേർ തന്നെ വെച്ചതാ. നമ്മുടെ പെമ്പിള്ളേർ തന്നെ വെച്ചതാ. കറണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ? ഇന്നലെ ഇല്ല, കറണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സമയം പോയി, പിന്നെ വന്നു. അങ്ങനെ 2 മണിയായി ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്ക്. എല്ലാം കിടന്ന് ചുമയും കൂർക്കം വലിയും വർത്തമാനവും എന്തുവല്ലോ ആട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര കഷ്ടം പിടിച്ച് എല്ലാ വർഷവും ഈ ദുരിതം. അയ്യോ, ആരുമില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? അനാഥകളായ ഞങ്ങള് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതമായി, അവരുടെ മക്കളായി. മക്കളെ നോക്കാൻ അവർക്കൊക്കെ പിന്നെ വരും പോകും, ഇങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെന്നില്ല. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്നും. എൻ്റെ മോക്കും പഞ്ചായത്തിൽ ജോലിയുണ്ട്, അപ്പോൾ എനിക്ക് അവരോടൊന്നും സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട എന്ന് പറഞ്ഞത്. അരി അവളെന്നെ ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അക്ഷരം മിണ്ടരുതെന്ന്. ഞാൻ പറയുമെന്നൊക്കെ അറിയാം, അറിയുമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവള് എന്നെ എപ്പോഴും ഇത് 2018 വെള്ളം കയറിയപ്പോ അമ്മച്ചി ഇവിടായിരുന്നോ? പിന്നെ 14 ദിവസം എന്തായിരുന്നു മോനെ, ഓണം പോലെയായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരത്തുണ്ടല്ലോ ചാക്ക് കണക്കിന് ആ സാധനം ഇവിടെ കിടന്നത് ഓരോ മനുഷ്യർക്ക് വാരിക്കൊടുക്കും. എത്തിയില്ലല്ലോ അമ്മച്ചി കാട്ടിയത് കണ്ടില്ലേ? അവസാനം പറഞ്ഞാണ്, ഇതിനു മുമ്പൊക്കെ പ്രളയം ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടിയിരുന്നു, ഓണം പോലെ ആയിരുന്നു. ഇപ്പൊ എന്താണ് മോനെ? ഒന്നുമില്ല എന്നാണ് ഇപ്പൊ കണ്ട രംഗം. പിറ്റേ ദിവസം ഈ തലേ ദിവസം ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ്, കാലത്ത് പറഞ്ഞത് വൈകിട്ട് തിരിച്ചു പറയാനുണ്ടായ കാരണം എന്താണെന്ന് അമ്മച്ചി വെളിപ്പെടുത്തുന്ന രംഗമാണ്. മകള് അവിടെ പഞ്ചായത്തിലാണത്ര ജോലി, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണത്ര. അപ്പൊ മകള് പറഞ്ഞു, മിണ്ടിപ്പോകരുത്, എതിരായിട്ടൊന്നും പറഞ്ഞു പോയേക്കല്ലേ, അതെൻ്റെ വയറ്റിപ്പഴപ്പിനെ ബാധിക്കുമെന്നെങ്ങാണ്ടോ പറഞ്ഞു എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ചത് പോലും അറിഞ്ഞാൽ വഴക്ക് പറയും മകള് എന്നാണ് ഇപ്പം ഈ അമ്മച്ചി പറയുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ പ്രേക്ഷകർ ഊഹിച്ചെടുക്കാനല്ലാതെ നമുക്കെന്ത് പറയാൻ പറ്റും? ഇതാണ് ഈ അമ്മച്ചിയുടെ കഥ. അപ്പൊ രാഷ്ട്രീയത്തില് രാവിലെ ഈ അമ്മച്ചി മനസ്സിലുള്ളത് തന്നെയാണോ പറഞ്ഞ് എന്നുള്ളത് ഇത് കേട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? അതോ ഈ അടുത്ത് നിന്ന ഈ CPM-കാരൻ ബിജിലി മോൻ പറഞ്ഞു ഒപ്പിച്ചതാണോ എന്നുള്ളതും നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം അവസാനത്തെ എപ്പിസോഡിൽ അവർ പറയുന്നുണ്ട്, ഇതിനു മുമ്പൊക്കെ പ്രളയം ഉണ്ടായിരുന്നപ്പോൾ, കാരണം വർഷാവർഷങ്ങളിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെയായിരുന്നു, ഓണം പോലെയായിരുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുത്തുകൂടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഇനി ഇതിനു മുമ്പ് കഴിഞ്ഞ സർക്കാരിനെ, ഈ പിണറായി വിജയനെ നാറ്റിച്ചിറക്കി വിടാൻ ആദ്യത്തെ വെട്ടിക്കെട്ട് പൊട്ടിച്ച ആ അമ്മച്ചിയുടെ കഥയും കൂടെ കേട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ ഭിക്ഷയാചിച്ച് സമരം ചെയ്ത മറിയക്കുട്ടി BJP-യിൽ ചേർന്നു. തൊടുപുഴയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ ആപത്ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് BJP അംഗത്വം സ്വീകരിച്ചതെന്ന് മറിയക്കുട്ടി 24-നോട് പറഞ്ഞു. BJP ചേർന്നു. എന്താ അങ്ങനെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ജീസു എന്നോട് പറഞ്ഞ ജോൺസിയും പറഞ്ഞേക്കണുണ്ടല്ലോ ആപ്പി, അതിൽ വലിയ ആളാക്കിയാലെന്നാ പറഞ്ഞേ. അവന്റെ വലിയ ആളായി ഞാനും ആകണില്ല. ഈ KPCC ഒരു വീടൊക്കെ നിർമ്മിച്ചു വന്നായിരുന്നല്ലോ. അത് ഞാൻ തക്കാത്തുള്ളൊന്നുമല്ല, 1-ാം തീയതി അധ്വാനിച്ചതാ. അങ്ങനെയാണ് എന്നെ കൊല്ലാനൊക്കെ നോക്കിയത്. എന്നാ തടഞ്ഞടിമാരില്ല. ഈ കോൺഗ്രസ്സുകാരോട് പറഞ്ഞിട്ട് ഒറ്റടം തിരിഞ്ഞു നോക്കിയില്ല. ഇവരാണ് അടുത്ത കഥാപാത്രം.
നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി പിച്ചച്ചട്ടി സമരം നടത്തിയ ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ കേരളം മറന്നു കാണില്ല. പിണറായി വിജയന്റെ മൂന്നാം മൂഴ പൊലിഞ്ഞു പോകാനുണ്ടായ ഒരു മൂലകാരണം ഒരു പക്ഷേ ഈ ചേട്ടത്തിയുടെ പിച്ചച്ചട്ടി സമരം കൂടിയായിരിക്കണം. ഒരു 4-5 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങി, സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ആ പെൻഷൻ മുടങ്ങിയപ്പോൾ അവർ ഈ പിച്ചച്ചട്ടിയുമായി പിച്ചതണ്ടെന്നൊരു സമരം നടത്തി. അവർ വലിയ ഫേമസ് ആയി. കോൺഗ്രസ്സുകാർ അവരെ തോളിലേറ്റി നടന്നു. അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വീട് പോലും വെച്ചു കൊടുത്തു. KPCC വലിയൊരു എമൗണ്ട് ചെലവാക്കിയിട്ട് അവർക്ക് വീട് വെച്ചു കൊടുത്തു. പക്ഷേ അതിൻ്റെ ആന്റി ക്ലൈമാക്സ് എന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത്. കോൺഗ്രസ്സുകാരെ തള്ളിപ്പറഞ്ഞ് ഒരു ദിവസം അവർ എവിടേക്ക് പോയി? BJPയിലേക്ക് പോയി. അതിൻ്റെ കാരണം അവർ തന്നെ പറഞ്ഞതാണ് നമ്മൾ കേട്ട്. എന്താണ് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു വിധി നോക്കണേ. അങ്ങനെ ഒരു വിധിയാണ് നമ്മൾ ആദ്യ ഭാഗത്തും കണ്ടത്. ഇനി ഇതിന് എന്തെല്ലാം ക്ലൈമാക്സുകൾ തിരിഞ്ഞും മറിഞ്ഞും വരുമോ എന്ന് നമുക്കറിയില്ല. ഈ തമാശകൾ തുടർന്നുകൊണ്ടേയിരിക്കും കേരളത്തിൽ. അതുകൊണ്ട് അത്തരം തമാശകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം, താങ്ക് യു.